മുതലൊരു പ്രതീകമാണ്. ഇന്നത്തെ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു പ്രതീകം എന്ന നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. Becoming an actor is my childhood dream. So, beginning that journey from Malayalam film, with this movie, Pinvathil, I feel so special and I'm so thankful. ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പോ ജനങ്ങള് പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങള് നമ്മൾ ഈ ഒരു മൂവിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോ ചിലപ്പോ പല കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളൊരു മൂവിയിലൂടെ പറഞ്ഞു പോകുന്നു. സിനിമ പിൻവാതിൽ എന്ന് പറയുന്നത് നിലവിലത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മളെ വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനും. എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ തനി സ്വരൂപമാണ്. അദ്ദേഹം ആദ്യം ഒരു ഇലക്ഷൻ നിൽക്കുക, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുകയും അദ്ദേഹത്തിന്റെ കൂടത്തിൽ നിന്ന് ഒരാളെ കുതികാല് വെട്ടി തോപ്പിച്ചു കളയാണ്. പക്ഷെ അന്ന് ഇയാൾ കുറെ പലിശയ്ക്ക് കാശെടുത്തത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. ഇത് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, അപ്പൊ എന്റെ PA ആക്കാൻ നമുക്ക് ഇഷ്ടം പോലെ കൈയിട്ട് വരാവുന്ന ഒരു പ്രലോഭനം കൊടുത്താണ് ഈ പുള്ളിയിൽ നിന്ന് കാശ് വാങ്ങുന്നത്. പക്ഷെ ഞാൻ തോറ്റുപോയി കഴിഞ്ഞപ്പോ ഈ കാശ് കിട്ടാൻ ഇപ്പൊ പുള്ളി പിടിച്ചെന്നെ കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടോ? പ്രോസസ് ഈസി ആയിട്ടുണ്ടോ? ടെക്നോളജി ഈസിയാണ്. Creativity is still difficult. Difficult tന്നെയാണ്. നമസ്കാരം, സ്വാഗതം. പിൻവാതിൽ എന്ന സിനിമയുടെ ഇന്റർവ്യൂ സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് ഒരുപാട് ലെജൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇതിന്റെ ഡയറക്ടർ JC ജോസ് സാറാണ്. ഒരുപാട് നാളുകൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സംവിധായകനാണ്. നമുക്ക് അദ്ദേഹത്തിന് തന്നെ തുടങ്ങാം. സർ, സ്വാഗതം. എന്താണ് ശരിക്കും പിൻവാതിൽ? ഈ സിനിമ പറയുന്നത് എന്താണ്? അതെ അതെ, പിൻവാതിലൊരു പ്രതീകമാണ്. ഇന്നത്തെ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു പ്രതീകം എന്ന നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജനാധിപത്യം ഇതിൽ വികലമായ ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടാകുന്നത് ഈ സിനിമയിൽ കൂടെ തന്നെ കാണാം. പക്ഷെ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം എന്ന ചിന്തയിലേക്കാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അവസാനിക്കുന്നത്. അവസാനം ഒരു 500 രൂപ നോട്ടിൻ്റെ മേലെ ക്യാമറ സൂം ചെയ്യും. ഗാന്ധിജിയുടെ പടം മാത്രമേ അതിലുള്ളൂ. അവിടെ ജനാധിപത്യത്തെ പറ്റി ഗാന്ധിജി ഒരു ചെറിയ കുട്ടിയോട് പറയുന്ന കുറച്ച് വാക്യങ്ങളുണ്ട്. അത് സഹകരണം, തോറ്റവരോടുള്ള ബഹുമാനം, ആ ഒരു കൊച്ചുകുട്ടിയോട് പറയുന്ന ഒരു നർമ്മബോധവും അവസാനം ഗാന്ധിജി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ നീ ജയിച്ചത് എന്ന ഒരു ചോദ്യം. വാസ്തവത്തിൽ ആ ഒരു സെന്റൻസിലേക്ക് പോകാനുള്ളതാണ് ഈ മുഴുവൻ ഈ സിനിമയുടെയും സംഭവങ്ങൾ ഒഴുകുന്നത്. ഒരുപാട് പേരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലും സീനിയർ ആയിട്ടുള്ള ജോസാറുടെ ഡയറക്ടർ, പിന്നെ ഒരുപാട് പുതിയ ആളുകളുണ്ട്. ഈ ഒരു സിനിമ എന്തൊരു വ്യത്യസ്തതയാണ്, ഒരു സ്പെഷ്യാലിറ്റി എന്താണ് ഈ ഒരു സിനിമയിൽ? അപ്രോച്ച് ചെയ്തിരിക്കുന്നത് റിയലിസ്റ്റിക് അപ്രോച്ച്. പക്ഷേ സിറ്റുവേഷൻസ് ക്യാരക്ടേഴ്സ് എല്ലാം ലൈഫ് അല്ല.
സാറേ, പിൻവാതിൽ എന്ന് പറയുമ്പോൾ പിൻവാതിൽ നിയമനം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അതെ. അപ്പോ അതിന്റെ കറപ്ഷൻ ഇപ്പോഴും ഒരുപാട് ഇതുപോലത്തുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ഇപ്പോഴും ഈ പറയുന്ന കറപ്ഷൻ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ ഗാന്ധിജിയുടെ കേസ് പറയുകയാണെങ്കിൽ ഗാന്ധിജി ചെയ്ത് തെറ്റാണെന്ന് പറയുന്ന ഒരു ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇത് എന്ത് വ്യത്യസ്തതകളെ കൊണ്ട് ഈ പറയുന്ന പിൻവാതിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് ഇനി വേറെയിരിക്കുന്ന സിനിമ അല്ലാതെ ഇപ്പൊ ഇതിലെന്താണ് പ്രത്യേകതകൾ വരുന്നത്? ഇത് ഒരു കാർട്ടൂണിസ്റ്റിന്റെ കാഴ്ചപ്പാടിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. എനിക്ക് കാർട്ടൂണുകളോട് ഇഷ്ടവും ആരാധനയുണ്ട്. അപ്പോൾ കാർട്ടൂണിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ ഈ സിനിമ വരിക എന്ന് പറഞ്ഞാൽ ഊതിപ്പെരുപ്പിച്ച കഥാപാത്രങ്ങൾ, യുക്തിയെ കൊഞ്ഞനം കാണിക്കുന്ന സംഭവങ്ങൾ, അസംബന്ധ കാര്യങ്ങൾ. ഇത് ഒരു അസംബന്ധ സിനിമ ആണെന്നും പറയാം. അതായത് റിയലിസത്തിൽ നിന്ന് വളരെ മാറി നിൽക്കുന്ന ഒരു കഥയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ്. പക്ഷേ ഈ അയഥാർത്ഥ്യങ്ങൾ നേരെ ചൂണ്ടുവിരൽ ചൂണ്ടുന്നത് യാഥാർത്ഥ്യത്തിലേക്കാണ്. അതൊരു ടെക്നിക്കാണ്. അതൊരു സിനിമയെക്കാളും സക്രിയയുടെ ഒരു കഥ പറഞ്ഞാൽ അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. സക്രിയയുടെ കഥയിൽ ഒരു കരടി ഒരു മലയാളി യുവതിയെ കല്യാണം കഴിക്കുന്നു, സുഖമായി ജീവിക്കുന്നു. ഇത് കണ്ടിട്ട് ഈ യുവതിയുടെ അമ്മയ്ക്ക് അസൂയ തോന്നുന്നു. എന്നിട്ട് മകളോട് പറയാണ്, ഇതുപോലെ വല്ല കരടികളുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം. അപ്പോൾ ഒരു സ്ത്രീപക്ഷത്തുള്ള ഒരു രൂക്ഷമായ വിമർശനവും കാഴ്ചപ്പാടും അതിനകത്തുണ്ട്. അതുപോലെ ഒന്ന് പറയുക, വേറൊന്ന് ധ്വനിപ്പിക്കുക. അതായത് ഒരു സാധാരണ ഗ്രാമത്തിലുള്ള ഒരു കഥയുടെ പാരലായിട്ട് തന്നെ മറ്റൊരു ജനാധിപത്യത്തിൻ്റെ പുഴുക്കുത്തുകളും ഇങ്ങനെ കാണിച്ചു പോകും. പക്ഷെ അത് വളരെ ഡയറക്റ്റായിട്ടല്ല എന്നുള്ളതാണ്, ധ്വനിപ്പിച്ചുകൊണ്ടേ പോകും. ഇപ്പോഴും പുരുഷപക്ഷമില്ല, ഇപ്പോഴും സ്ത്രീപക്ഷം മാത്രമാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ? ഇപ്പൊ പിൻവാതിലായാലും പുരുഷന്മാരെ കാണിച്ചുകൊണ്ട് സാർ പറയുന്നത് സ്ത്രീപക്ഷത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. ഇങ്ങനെയൊരു ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അല്ല, സ്ത്രീപക്ഷത്തിന് വേണ്ടിയല്ല, എനിക്ക് വ്യക്തികളെ ഉള്ളൂ, സ്ത്രീയില്ല പുരുഷനില്ല. ഇത് സക്കറിയുടെ ഒരു കഥ ഉദാഹരണമായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇതിലെ ഹീറോയിൻ I'm Mihira. Mihira. Mira. Yeah. Okay, I think it's a very different look in the poster. Yeah. I think you are doing some two looks. You have two Yes, looks. two looks. Yeah, okay. How did you enter into this group? I got this opportunity through Madhu Ambad sir. Actually, I'm truly thankful to be part of as a lead actress of this movie, Pinvathil. Is it your first Malayalam? This is my first Malayalam movie, and of course, Madhu sir believed in me. He felt that I could handle the emotional depth of the character, because the character is it has two changes. As you said, it's two variations are there, as a girl and as a boy. So he believed in me that I could handle the emotion of the depth of the character. So he recommended me to George sir, and that's how I got the film. I'm becoming an actor is my childhood dream. So beginning that journey from Malayalam film, with this movie Pinvathil, I feel so special, and I'm so thankful. So this is your first movie? First movie. Okay. In Malayalam it is my first Malayalam. movie. Okay. Yeah. Previously you have done I have done Kannada, Telugu and all. Kannada. Yeah. Hindi also. Okay. I've done as assistant director. I was into movies Into actually. movie world. Yeah. I'm a Kuchipudi. തെലുങ്കില് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറിന്റെ കണ്ടെത്തലാണ് അല്ലെ മലയാളത്തിലോട്ട്? Amazing album. അടുത്ത ഹീറോയിനാണ് അല്ലെ? ഈ പേരെന്താ? അതിശ്വ. അതിശ്വ. ഓക്കെ. എങ്ങനെയാണ് ഇതിൽ വേറെ മൂവീസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോ February 6th രഘുറാം റിലീസ് ആണ്. ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അതിലെ ഹീറോയിൻ ആയിരുന്നു. അതിലെ ഹീറോയിൻ. അപ്പൊ അതിനൊക്കെ മുമ്പ് കമ്മിറ്റഡ് ആണ് അല്ലേ ഈ സിനിമ? ശരിക്കും പിൻവാതിലായിരുന്നു ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞത്, പക്ഷെ റിലീസായത് രഘുറാം ആയിരുന്നു. ഇതിലെന്താണ് ക്യാരക്ടർ? എന്താണ് ഇതില് ജാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു പൊളിറ്റീഷ്യന്റെ മകളാണ്. അച്ഛന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്യാരക്ടർ. പോസിറ്റീവ് ക്യാരക്ടർ ആണോ? പോസിറ്റീവ് ക്യാരക്ടറാണ്. അതെ. ഈ സിനിമ പറയുന്ന മൂവി എത്ര തരത്തിൽ വ്യത്യസ്തമാണ്. പറയുന്ന ഈ
കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ നിന്ന് എന്താണ് പ്രേക്ഷകരെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പോകുന്നത്? ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പോ ജനങ്ങള് പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങള് നമ്മൾ ഈ ഒരു മൂവിയിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ നമുക്കിപ്പോ ചിലപ്പോ പല കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മളൊരു മൂവിയിലൂടെ പറഞ്ഞു പോകുന്നു. അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. പൊളിറ്റീഷ്യന്റെ മകളാണെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നിട്ട് ഇന്നത്തെ രാഷ്ട്രീയം പറയാനുള്ള ഒരു ശ്രമം ഈ ഒരു കഥാപാത്രത്തിലൂടെ സാധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി എന്ന രീതിയിൽ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ കഥാപാത്രത്തിലൂടെ പറയാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടോ? 70%. യെസ്. നമുക്ക് അറിയാം, ചെറുപ്പം മുതലേ അറിയാം, നല്ല ഒരുപാട് TV സീരിയൽ ആക്ടറായിരുന്നു. അതുപോലെ തന്നെ സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേക ടൈപ്പിലുള്ള ആക്ടിങ് ആണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. ഈ സിനിമ വരുമ്പോൾ ഇപ്പോഴും പിൻവാതിൽ എന്ന് പറയുന്ന മൂവിയാണ് വരുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിൻവാതിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നേരെ ഉള്ള കാര്യങ്ങളല്ല. നാളെ എക്സ്പീരിയൻസിന് ശേഷം ഈ സിനിമയ്ക്ക് എന്താ പറയാനുള്ളത്? സിനിമ ഇതൊരു യാദൃശ്ചികമായിട്ട് അതിനകത്ത് വന്നു പെട്ടതാണ്. വന്ന് ഒരു എന്റെ സീരിയൽ കണ്ടിട്ട് എന്നെ വിളിച്ചു, അങ്ങനെ ചെയ്താണ്. പക്ഷേ ഞാനവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലും ആവേശമായി പോയി. കാരണം രണ്ട് മഹാന്മാരായ വ്യക്തികളുടെ കൂടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വിളിച്ചത് യഥാർത്ഥത്തിൽ പ്രീതി മാഡമാണ് വിളിക്കുന്നത്. ജോസ് സാറിന്റെ ഭാര്യയാണ്. അപ്പോൾ ഇപ്പോ നമ്മുടെ കൂടെ ഇല്ല. ഒരു 10 ദിവസം മുമ്പ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. അവരെന്റെ ഏഷ്യാനെറ്റിൽ നടന്നുകൊണ്ടിരുന്ന അമ്മയറിയാതെ സീരിയൽ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അതിനുശേഷം പിന്നെ സാറിന് കൊടുത്തു. സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു വേഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. അപ്പോ അത് മധുസാറാണ് ക്യാമറ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരുടെ ഒക്കെ മുഖത്ത് ക്യാമറ വെച്ച ആ വ്യക്തിയുടെ കൂടെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും പറ്റാത്ത ആദ്യമായിട്ടാണ് എനിക്ക് പറ്റാത്ത ഒരു സൗഭാഗ്യമാണ് കിട്ടിയത്. ആ ഒരു ത്രീയാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ എനിക്ക് അവിടെ ഭയങ്കര ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുറന്ന് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ, യാതൊരു കൺട്രോളും ഇല്ലാത്ത ഒരവസ്ഥ. നമ്മൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ്, അങ്ങനെ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ചെയ്തത്. സിനിമ പിൻവാതിൽ എന്ന് പറയുന്നത് നിലവിലത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ വേണ്ടി നമ്മൾ സ്വയം നമ്മളെ വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനും. എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനാണ്. പുള്ളി വളരെ ചെറുപ്പത്തിലെ സിനിമാ മോഹമായിട്ട് കോടമ്പക്കത്ത് പോയതാണ്. പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമാ നടനാവുക. ആ സിനിമാ നടനായിട്ട് ഈ ലോകത്ത് എല്ലാ ചുവരുകളിലും പുള്ളിയുടെ പോസ്റ്ററുകൾ, പുള്ളിയുടെ പടം വെച്ച പോസ്റ്ററുകൾ വരിക എന്നൊക്കെ ആഗ്രഹമായിരുന്നു. പക്ഷെ ഒന്നും ആവാതെ തിരിച്ചു. സാമ്പത്തികമായിട്ട് പുള്ളി കുഴപ്പമില്ല. ഇവിടെ വന്നൊരു പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും പുള്ളിയുടെ മനസ്സിന്റെ ആഗ്രഹം, ഇപ്പോഴും എനിക്ക് പറ്റാത്ത സൗഭാഗ്യം എൻ്റെ കുട്ടിയിലൂടെ എനിക്ക് സാധിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ സ്വയം നമ്മളെ അങ്ങ് പുകഴ്ത്തി കാണിക്കുക, നമ്മളൊരു വലിയ ഒരു ഉദാഹരണം കാണിക്കുക. അയാളുടെ കൂടെയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് ഈ ഇദ്ദേഹം ചെയ്ത കഥാപാത്രം. പുള്ളി അതാണ്. പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറാൻ വേണ്ടി വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. പുള്ളി പറയുന്നുണ്ട്, എനിക്കാരും സപ്പോർട്ട് ചെയ്യാനില്ല, അടികളൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ കാര്യം എന്നെ ബൂസ്റ്റ് ചെയ്യേണ്ട എൻ്റെ ജോലി അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഈ സിനിമയുടെ ഒരു രാഷ്ട്രീയ ഒരു അക്ഷേപകാശി രാഷ്ട്രീയ സിനിമ തന്നെയാണ് ഇത്. അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അതാണ് സിനിമയെ പറ്റി എനിക്ക് കൂടുതൽ പറയാനുള്ളത്. ഇതിലും അതിനകത്ത് അഭിനയിക്കാൻ പറ്റിയ ഒരു വലിയ സൗഭാഗ്യം കിട്ടിയ ഈ രണ്ട് ലെജൻഡുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മഹാഭാഗ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകരും ആ സിനിമ കാണണം, അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നതാണ് ആ ഒരു കഥാപാത്രം? എൻ്റെ പേര് സുരേന്ദ്രൻ മുരളങ്ങാടെന്നാണ്. ഞാനൊരു 28 വർഷം പ്രൊഫഷണൽ നാടകത്തിലായിരുന്നു. ഞാൻ ആദ്യം ഈ സിനിമയ്ക്കകത്ത് വന്ന കാര്യം പറയാം. ഇത് എൻ്റെ പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. പണ്ട് നാടകം കളിക്കുന്നത് ഞങ്ങൾ രണ്ടൊരു നാടകക്കാരാണ്. അപ്പൊ അന്ന് മുതൽ നമുക്ക് നല്ല സപ്പോർട്ടാണ്.
അങ്ങനെ ഇദ്ദേഹമാണ് ഈ പടത്തിലേക്ക് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് ഡയറക്ടർ ജോർജ് സാർ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാനത് ഇദ്ദേഹം ഇങ്ങനെ പലപ്പോഴും പറഞ്ഞ തമാശയായിട്ട് എടുത്തൊരു കാര്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായിരുന്നു. എന്നെ വിളിച്ചു, ഞാൻ വന്നു, കഥാപാത്രത്തെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ കഥാപാത്രം എന്ന് പറഞ്ഞാല് ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ തനി സ്വരൂപമാണ്. അദ്ദേഹം ആദ്യം ഒരു ഇലക്ഷൻ നിൽക്കും, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുകയും അദ്ദേഹത്തിന്റെ കൂടത്തിൽ നിന്ന് ഒരാളെ കുതികാല് വെട്ടി തോപ്പിച്ചു കളയാണ്. പക്ഷെ അന്ന് ഇയാൾ കുറെ പലിശയ്ക്ക് കാശെടുത്തത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. ഇത് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, അപ്പൊ എന്റെ PA ആക്കാൻ നമുക്ക് ഇഷ്ടം പോലെ കൈയിട്ട് വരാവുന്ന ഒരു പ്രലോഭനം കൊടുത്താണ് ഈ പുള്ളിയിൽ നിന്ന് കാശ് വാങ്ങുന്നത്. പക്ഷെ ഞാൻ തോറ്റുപോയി കഴിഞ്ഞപ്പോൾ ഈ കാശ് കിട്ടാൻ പുള്ളി പിടിച്ചെന്നെ അദ്ദേഹത്തിന്റെ വീട്ടില്. പക്ഷെ അവിടെ നിന്നാണ് ഈ രാഷ്ട്രീയക്കാരന്റെ കുതന്ത്രം തുടങ്ങുന്നത്. എങ്ങനെ നമ്മളെ ആര് ചതിച്ചോ അവരിലൂടെ തന്നെ ആ കാശ് തിരിച്ചു പിടിച്ച് എങ്ങനെ വീണ്ടും ജയിക്കാം എന്നുള്ളൊരു കളിയാണ് കളിക്കുന്നത്. ആരെയും ദ്രോഹിക്കാതെ ഒന്നുമില്ലാതെ ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന സകല ഈ പരിപാടികൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവരുടെ കാശും കൊണ്ട് എന്നാ സ്വയം ബൂസ്റ്റ് ചെയ്യണം നമ്മൾ. ഇപ്പൊ നമുക്ക് അവസാനം തോറ്റുപോകുന്നൊരു സ്ഥിതി വരുമ്പോൾ സ്വയം കേസുണ്ടാക്കി ഒരു പെണ്ണെ കൊന്നൊന്ന് കേസുണ്ടാക്കി ജയിലിൽ പോകും. ജയിലിൽ കിടന്നുകൊണ്ട് ആ പെണ്ണുകൾ മാറ്റുന്ന ഒരു പെൺകുട്ടി മരിച്ചുപോയെന്നും പറഞ്ഞാൽ അതിനെ തിരിച്ച് ഇലക്ഷന്റെ തലേദിവസം തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച് പിന്നെ പുള്ളി അതുവരെ പുള്ളി സത്യസ്ഥനായിട്ട് നിന്ന കക്ഷി പിന്നെ പുള്ളി ഈ കാശ് കൈ വരുമ്പോഴത്തേനും ഈ പലിശയ്ക്ക് എന്ന പുള്ളിക്ക് കാശ് കൊടുത്ത് പുള്ളിയെ നമ്മുടെ അടിമയാക്കുക. അതുവരെ പുള്ളിയെ കുട്ടമ്പിള്ള സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ പുള്ളിയെ അവസാനം എന്നെ കൃഷ്ണൻ സാറെന്ന് വിളിപ്പിക്കേണ്ട ഗതിയിലേക്ക് വരും. അപ്പൊ ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന എല്ലാ പരിപാടിയുണ്ട്, ഒരു തന്ത്രശാലിയാണ്. പക്ഷെ ആ തന്ത്രം വന്ന് അവസാനം പുള്ളി ഭയങ്കര ഈ പണം വന്ന് കയറി അഹങ്കാരിയാകുന്നു. അതിൽ നിന്നുള്ള പതനമാണ് ലാസ്റ്റ് കാണിക്കുന്നത്. അതൊരു നല്ല കഥാപാത്രമാണ് എനിക്ക് കിട്ടിയത്. കാരണം ഒരു തുടക്കം പോലെ വരുമ്പോഴത്തേനും പല സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് മധുവമ്പാട്ട് സാറിന്റെ ക്യാമറയിൽ നമ്മുടെ മുഖം കാണാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ ആദ്യത്തെ അവസരമാണ്. അതെ. പിന്നെ ജോർജ് സാർ കരിമ്പനക്കകത്ത് ജയനും ഒക്കെ കുതിരോട്ടം പപ്പു അങ്ങനെയുള്ള വലിയ വലിയ നടിമാർക്കും എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിന്റെ ആ തൂലികയിൽ നിന്ന് ഉണ്ടായ ഒരു കഥാപാത്രം എന്നിലൂടെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി. അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഓസ്കാർ പോലെ ഞാൻ കരുതുന്നതാണ്. ഈ പടത്തിനകത്ത് ഒരുപാട് പിൻവാതിൽ കാഴ്ചകളും അത് നമുക്ക് നേരെ കാണിച്ചു തരികയാണ് ഈ പടത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ ജോർജ് സാർ. നമ്മൾ മുൻവാതിലൂടെ കാണുന്ന കാഴ്ചകളല്ല യഥാർത്ഥ കാഴ്ച. അതിന്റെ പുറകിലേക്ക് തീക്ഷ്ണമായ ഈ നാറിയ ഒരുപാട് കഥകളും അതിന്റെ ഒരു പരിധി വരെ നമ്മൾ കാണിച്ചെന്ന് ആ അധർമ്മത്തിനെതിരെ കൈ ചൂണ്ടാൻ അവസരം കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക്. പിന്നെ ഇത് വിലയിരുത്തേണ്ടത് മുഴുവൻ പ്രേക്ഷകരാണ്. നമ്മൾ നല്ലൊരു സംഭവം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രേക്ഷകരിലേക്ക് മാർച്ച് 6 എത്തിക്കുകയാണ്. അത് കണ്ട് അവർ വിലയിരുത്തട്ടെ. സാറേ എന്റെ എഴുത്ത് സാറായിരുന്നു അതിന്റെ കാര്യങ്ങൾ, അതിന്റെ സ്ക്രിപ്റ്റ് ഇതിന്റെ ഒരു ആശയം വന്നു കഴിഞ്ഞപ്പോ പുതിയ ഇതിലേക്ക് വരുമ്പോ അതിന്റെ എത്രത്തോളം എടുക്കുമെന്നുള്ള കാര്യങ്ങൾ ചിത്രീകരണത്തിലുണ്ട്. നമ്മളിപ്പോ എഴുതി വരുന്ന സാധനം അത് ഡയറക്റ്റ് ചെയ്ത് വരുമ്പോൾ വേറെ രീതിയിലേക്കായി മാറാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം ഇതിന്റെ ഈ എഴുത്ത് വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ എടുത്തു വന്നപ്പോഴും കഥ പറയുമ്പോഴുള്ള രീതിയും എഴുതിയപ്പോഴും ഈ ചിത്രീകരണം വന്നപ്പോൾ എങ്ങനെയായി മാറി എന്നുള്ളതാണ് ചോദിച്ചത്. എപ്പോഴും എഴുതി വെക്കുന്നതിൽ നിന്നും വളരെ വ്യത്യാസം ഷൂട്ടിംഗ് സ്പോട്ടിൽ വരാറുണ്ട്. കാരണം ഒരു കൂട്ടം ക്രിയേറ്റീവ് ജീനിയസുകൾ കൂടെ ഇതിനകത്ത് വരും. പ്രത്യേകിച്ച് മധുവമ്പാട്ട്. നമ്മൾ പല സീനുകളും വായിച്ച് ഓക്കെ ചെയ്തത് തന്നെ സ്പോട്ടിൽ വന്ന് വലിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ഈ ആർട്ടിസ്റ്റുകളും കുറെ സഹായിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ കേട്ടിട്ടുള്ള സീനിയർ ഡയറക്ടർമാരും ക്യാമറമാരും സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറില്ല, കറക്റ്റ് ഡയറക്ടറിന്റെ ഉറച്ചു നിൽക്കുള്ളൂ, അത് ഒരു സിസ്റ്റമായിട്ട് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഇവിടെ ചോദിച്ചതാണ്. അങ്ങനെയല്ല, ഞങ്ങളുടെ രീതി അതല്ല. മധുവും അത് തന്നെയാണ്, ഇംപ്രൂവൈസേഷൻ എപ്പോഴും. അപ്പോൾ ചിലപ്പോൾ ഒരു സീനിൽ ഒരു വലിയ സീൻ 1-2 ലുക്കുകളിൽ കൂടെ അവസാനിപ്പിച്ചൊന്നും വരും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ, ഈ മൊണ്ടാഷുകൾ എന്ന് പറയുന്ന ആ ഒരു സംഗീതം ജനാധിപത്യത്തിന്റെ വികലമായ കാര്യങ്ങൾ കാണിക്കുവാൻ വേണ്ടിയുള്ള കുറേ ഷോട്ടുകൾ, ഒരു സോങ് മുഴുവൻ അങ്ങനത്തെ ഷോട്ടുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. ഒരാൾ ഈ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ചീട്ട് കളിക്കുമ്പോൾ രാജാവിനെ 2 പേരെടുത്ത് പിടിക്കുകയാണ്. അപ്പോൾ സാധാരണ കാണുന്ന ചീട്ടിനേക്കാളും ഒരു ആൾ രൂപത്തിലുള്ള ചീട്ടായിട്ട് ഇത് ശരിക്കും എടുത്തിട്ടാണ് കാണിക്കുന്നത്. അവരിങ്ങനെ കൊണ്ടു നടക്കുകയും ആളുകൾ പൂജിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വേറെ 2 പേര്
ജോക്കറിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ രാഷ്ട്രീയം ഒരു ജോക്കറിന്റെ ലെവലിലേക്ക് അധപ്പതിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കുറെ ഷോട്ടുകൾ, ദൃശ്യങ്ങൾ, മൊണ്ടാഷുകൾ എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ ഇതിൽ സീനിനകത്ത് പലപ്പോഴും കാണിക്കാൻ പറ്റിയിട്ടില്ല, സാധിക്കുകയല്ല, ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സർ, കരിമ്പന എന്ന സിനിമയാണ് സാറ് എഴുതിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത്. അപ്പൊ അവിടെ മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പണ്ടത്തെ രീതിയിലായിരിക്കില്ല. അപ്പൊ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്, എഴുത്തിന്റെ രീതി ശ്രദ്ധിക്കാറുണ്ട്? അല്ല, അത് ഓരോ കാലഘട്ടത്തിലും ഓരോ സബ്ജക്റ്റിനെ നമ്മൾ സമീപിക്കുമ്പോഴും ഓരോ രീതിയായിരിക്കും. ഇപ്പോഴും ഒരു ഗ്രാമീണ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ കരിമ്പനയുടെ അതേ രീതി തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു ഇന്ന് അത്ര ഗ്രാമങ്ങളല്ലല്ലോ, ഇന്ന് ഗ്രാമങ്ങളെ ഇല്ലാതെക്കൊണ്ടിരിക്കുക. ഗ്രാമങ്ങളെ ഇല്ല. അഥവാ എടുക്കുകയാണെങ്കിൽ ഒരു പഴയ കഥ എന്ന നിലയിൽ എടുക്കേണ്ടി വരും. പിന്നെ ഈ മാനുഷിക മൂല്യങ്ങൾ, മനപ്പോരാട്ടങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇത് എല്ലാ സിനിമയിലും ഉണ്ടാവേണ്ടതാണ്. അതില്ലെങ്കിൽ അത് ജനങ്ങളിൽ എത്തുകയില്ല. കാരണം ബുദ്ധിയെ മാത്രം സ്പർശിച്ചാൽ പോരാ, ഹൃദയത്തെ സ്പർശിക്കണം. ഞാനെപ്പോഴും ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ചിരിയാണെങ്കിലും ശരി, ചിന്തയാണെങ്കിലും ശരി, ആദ്യം ഹൃദയത്തിൽ പോവുക. അത് കഴിഞ്ഞിട്ട് ബുദ്ധിയിൽ ഒരു ആശയമായിട്ട് വയ്ക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുള്ളൂ. ജയൻ സാറിന്റെ കരിമ്പന എന്ന് പറഞ്ഞ സിനിമ ഏതാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഒരു 3-4 വർഷങ്ങൾ കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയ ഒരു വ്യക്തിയാണ്. അതേപോലെ പിന്നീട് അങ്ങനെ ആരുമില്ല. പക്ഷെ വളരെ പെട്ടെന്ന് തിരിഞ്ഞു. ഇന്നും അദ്ദേഹത്തിനെ ഓർക്കുന്നുണ്ട്, ഇന്നത്തെ ജനറേഷൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്നുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട് മനസ്സിൽ. അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? മറ്റുള്ള ഏത് നടന്മാരെക്കാട്ടും കൂടുതൽ മരിച്ചിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് എനിക്കൊരു അത്ഭുതമാണ്. കാരണം ഈ ജയൻ ഫാൻസ് അസോസിയേഷൻ ഒരു 3-4 പേരുണ്ട്, 3-4 ഗ്രൂപ്പുകളുണ്ട്. കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഒക്കെ. ഇവരെല്ലാം എന്നെ കരിമ്പനയുടെ എഴുത്തുകാരൻ എന്ന നിലയിൽ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന ഈ സ്നേഹം, ആരാധന, ഇത് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അനലൈസ് ചെയ്തിട്ട് ഒരിക്കൽ സംസാരിച്ചു. ലോകത്തിൽ വളരെ സൂപ്പർ സ്റ്റാറായ കുറച്ച് പേരുണ്ട്. ഒന്ന് ബ്രൂസ് ലീ, പിന്നൊന്ന് ചാർലി ചാപ്ലിൻ. ഇവർ രണ്ടുപേരും അവർ തന്നെ തിരക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സിനിമകളാണ് പുറത്തെത്തിച്ചത്. ജയൻ സ്വന്തമായിട്ടൊരു സിനിമ എഴുതിയിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല, സംവിധാനം ചെയ്തിട്ടില്ല. ആരൊക്കെയോ ചെയ്തിരുന്ന കാര്യങ്ങളിൽ ജയൻ പ്രത്യക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ ജയനെ ഈ 50 വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ ഓർക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു നിർവചനം കൊടുക്കാനോ വ്യാഖ്യാനിക്കാനോ ഞാൻ എത്ര വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല. അത് അസാധാരണമായ ചില പിറവികൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുപോലെ ഒരു മറ്റു നടൻ പിന്നീട് വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പലരും പറയാറുണ്ട് ചർച്ചകൾ, അതുപോലെ ഒരു നടൻ പിന്നീട് വന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ. അതുപോലെ ഒരു നടൻ വന്നിട്ടില്ല. കാരണം ജയൻ അഭിനയം കൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ടോ ആ അപ്പിയറൻസ് കൊണ്ട് അദ്ദേഹം ആളുകളെ കയ്യിലെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ വാസ്തവത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഇന്ത്യയിലെ തന്നെ വേൾഡിൽ തന്നെയുള്ള വലിയ നടന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന ഇതാണ്. പക്ഷെ അവര് ഏതെങ്കിലും ചില പടങ്ങളിൽ അവർക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. പക്ഷെ ജയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ജയനെ കണ്ടാൽ മതി. അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അത്ഭുതം എനിക്കും ഉണ്ട്. ഇത് ആക്ടേഴ്സ് ഏകദേശം എല്ലാവരും ചെയ്യുന്നതായിട്ട് ആക്ടറാണ്, ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിട്ട് തോന്നി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തതാണോ അതോ ആക്ടേഴ്സിന്റെ? പുതുമുഖത്തിനുള്ള പ്രധാന കാരണം ഞാൻ പ്രൊഡ്യൂസറാണ്. താരങ്ങളിലേക്ക് പോയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ? താരങ്ങളെ സമീപിച്ചിരുന്നോ, റിജക്ട് ചെയ്തോ, അങ്ങനെ? ഇല്ല, പുതിയ പ്രൊഡ്യൂസർ ആയതുകൊണ്ടുള്ള ദാരിദ്ര്യം. പിന്നെ എനിക്ക് പുതുമുഖങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം മമ്മൂട്ടിയും നെടുമുടി വേണും ഒക്കെ പുതുമുഖങ്ങളായിരുന്ന സമയത്ത്, ആദ്യമായിട്ടല്ല, മമ്മൂട്ടിയുടെ 2ാമത്തെ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തിരുന്നു. നെടുമുടിയുടെ 3ാമത്തെ പടമായിരിക്കും കോമരം എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ചെയ്ത്. അതൊക്കെ അവർ കാണിച്ചിരിക്കുന്ന പലതും അവർ എന്നിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സെറ്റിൽ നിന്ന് അവർ പുറത്തു പോകില്ല. അവരുടെ അഭിനയം കഴിഞ്ഞാലും ബാക്കിയുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കും. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ വന്നിരുത്തും, അഭിപ്രായങ്ങൾ പറയും. ചില നടന്മാർക്ക് ചില കാര്യങ്ങൾ എനിക്ക്
അഭിനയിച്ച് കാണിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുള്ള ആളാണ്. അഭിനയിക്കാൻ അറിയാം, പക്ഷെ ഒരു സംവിധായകൻ അഭിനയിച്ച് കാണിച്ച് അതുപോലെ ചെയ്യണം എന്ന് പറയാൻ പാടില്ല. പക്ഷെ നെടുമുടി വേണുവിനോട് പറയും, വേണു അതൊന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെ, എന്നിട്ട് ഇവരോട് പറയും ഇതാണ് ഒരു രീതി, ഇനി നിങ്ങളുടെ രീതിയിൽ ചെയ്യുക. അപ്പൊ ഇങ്ങനെ പുതുമുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു അസാധാരണമായ കോപ്പറേഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് ഈ പുതുമുഖ ഡയറക്ടറോ മമ്മൂക്ക കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ കൂടുതൽ അറിവുകൾ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഫസ്റ്റ് ചെയ്യുന്ന പടത്തിന് അവർക്ക് അത്ര നാൾ പഠിച്ച എല്ലാ എക്സ്പീരിയൻസും കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. ഡയറക്ടേഴ്സ് പുതുമുഖങ്ങളായി കഴിഞ്ഞാൽ അവർ ഗുണങ്ങളുണ്ടാകും. അല്ല, എനിക്കത് ചോദ്യം ശരിക്കും മനസ്സിലായില്ല. അതായത് മമ്മൂട്ടി പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നത് ഒരു സംവിധായകൻ അവരുടെ എല്ലാ അറിവും അല്ലെങ്കിൽ അവരുടെ എല്ലാ എഫേർട്ടും ആദ്യത്തെ ഒരു സിനിമയിലായിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അത് ഹിറ്റായ രണ്ടാമത്തെ സിനിമ ചിലപ്പോൾ ഉഴപ്പി തുടങ്ങാം. അതൊരു ഏറ്റവും എനർജി എടുക്കുന്നത് ആദ്യത്തെ സിനിമയ്ക്കായിരിക്കും എന്ന് പറയാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഈ ആദ്യത്തെ സിനിമ ആണെങ്കിലും അയാൾ വർഷങ്ങളോളം ചിന്തിച്ചിരുന്ന ഒരു തീമായിരിക്കും. അതിനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വലുതാക്കി സാക്ഷാത്കരിക്കാൻ ഉള്ള ശ്രമം. പിന്നെ ആദ്യത്തെ ശ്രമം എന്ന നിലയിൽ എല്ലാ എഫർട്ടും അതിൽ ഉപയോഗിക്കും. രണ്ടാമത്തെ സിനിമ ആകുമ്പം പുറത്തുനിന്നുള്ള മറ്റു പല ശക്തികളും ഇയാളെ സ്വാധീനിക്കാം. ഈ അയാൾക്ക് ഇടിക്കുന്ന ഫെയിം, പിന്നെ ഇയാളിൽ നിന്ന് ഇയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു ഗ്രൂപ്പ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ശക്തികൾ വരാം. പറ്റിയ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വിപരീതമായി അനുസ്യൂതം വളരുന്ന സംവിധായകരുമുണ്ട്. സാർ ഒരുപാട് സംവിധായകരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു സാർ കൂടുതൽ ഒരുപാട് പുതിയ സംവിധായകരോട് അല്ലെങ്കിൽ യുവ സംവിധായകരോട് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. അതെന്താണ് അവരായിട്ടുള്ള ഒരു, എനിക്ക് തോന്നുന്നു അവര് സാറിനെ വിളിക്കുന്നതാണ് ഒരു ഗുരുസ്ഥാനീയനായിട്ട്, അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീനിയർ ക്യാമറമാനായിട്ട് തോന്നുന്നതുകൊണ്ടാണോ സാറിനെ വിളിക്കുന്നത്? ചോദിച്ചിട്ടുണ്ടോ അവരുടെ അടുത്ത് അങ്ങനെ? ഞാൻ ഫസ്റ്റ് പ്രോസസ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇപ്പോ ക്യാമറാമാൻ ആണ് ഒരു സംവിധായകന്റെ മനസ്സ് എന്ന് പറയും. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഒന്നും അല്ലാത്ത കാലത്ത് ക്യാമറാമാൻ കാണുന്നതാണ് സിനിമ, ക്യാമറാമാനെ വിശ്വസിച്ചിട്ടാണ്. ഇപ്പൊ ഇന്ന് കൂടുതൽ കുറച്ചും കൂടി ടെക്നിക്കലി ഇത് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ഒരു ഡയറക്ടർ ഇത് സാറ് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഒരു ഫിലിമേക്കിൽ വന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം ഹെൽപ്പ് ആയിട്ടുണ്ട്? അത് ഇമോഷൻസ് മാറിയില്ല. ടെക്നിക്കലി കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടോ? പ്രോസസ് ഈസി ആയിട്ടുണ്ടോ? ടെക്നോളജി ഈസിയാണ്. Creativity is still difficult. Difficult tന്നെയാണ്. And also experience that because you're entering into this is your first movie in Malayalam. Was this language tough for you? Because script is a legend. Yeah, He has written a lot of movies. true. So how was that the process? I'll do movies in future, but this film will remain a special film. How for could you me. learn the dialogues? Dialogues and all, like George sir and the direction department all used to give me before and used to by heart. And You used to understand the thing and I mean, like, I used to ask before every scene George sir, like, so what happened before the character and after the character. the entire contextual. Oh yeah, I would understand the entire the scene of the situation, like the emotional length of the characters and everything. Like George sir would explain me everything with a lot of patience and clarity, actually, because I used to ask him so many questions. Because the whole, if one scene is happening, so I want to know what other character is saying, because I have to react accordingly. So I would ask him so many questions. So he would explain me so many things, a lot of patience and clarity. That made me so helpful, and to help perform, like as a boy also. Helped me a lot too as a boy with a lot of confidence. And the lines and all, like, because I know Hindi and the Sanskrit, and I'm a South Indian girl, so Malayalam is not so familiar for me. I knew the language because I've been listening it. The pronunciation is a problem for me, but otherwise, if I know the meaning and all, if I by heart the lines, I can say it.
So I did that because my first shot when I was doing with my father character Gopal sir and Surendra sir, I did it so well in Malayalam. They actually appreciated me, and I seriously remember now also. So that way it is good. And what was the other question you asked No, me? how's that process learning Malayalam? That's I'm learning Malayalam now actually, and the process is really good. I'm enjoying you it. started watching movies, Malayalam movies. I do watch a lot of movies, from old movies, black and white movies, to now like the latest one, the Delulu, I forgot the movie, the Naveen Police. Like I watch all movies. I watch Madhu sir's movies and everything. Like, but I can't name No, them. really. So sorry. ഇനി ഇതിലേക്ക് വരാനുള്ള കാരണം പുതുമുഖ നായികയായിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഇത് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതുകൊണ്ടാണോ അതോ ആക്ടിങ് ചെയ്യുമ്പോൾ പാഷനായിരുന്നോ എന്തായാലും അതിന്റെ ഞാൻ ആക്ച്വലി മൂവീസ് നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സുരേന്ദ്രൻ ചേട്ടൻ ഓൾറെഡി ഈ മൂവിയിലേക്ക് എൻട്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർജ് സാർ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ജോർജ് സാർ വിളിച്ചു, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. മധു സാർ ആണ് ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. കാരണം സാറിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. ജോർജ് സാറിനെ പോലെയുള്ള ഒരാൾ ലൊക്കേഷനിൽ വന്നിട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറ്. ഇപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എത്ര തവണ വേണമെങ്കിലും ചോദിക്കാം. അത്രയും നല്ല ക്ഷമയുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം സാറിന്റെ കൂടെ ഹീറോ ആയിട്ട് വരുന്ന ആളൊക്കെ ചൂസ് ചെയ്തത് ആരാണ്? ഹീറോ എന്റെ മകനാണ്. അത് മകനായതുകൊണ്ടല്ല, അവർ ഈ സിനിമയ്ക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ട് നടന്ന ആളാണ്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ശ്രീലങ്കൻ ഡയറക്ടർ സംവിധാനം ചെയ്ത ഒരു പടമുണ്ട്, തമിഴ് പടമുണ്ട്. അത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പോയി. അതിൽ ഇവൻ്റെ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സിനിമയെക്കുറിച്ചുള്ളൊരു ബോധം. അതിൽ ക്യാമറാമാൻ ഒരു ഫ്രഞ്ചുകാരനായിരുന്നു, ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവരുടെയൊക്കെ വർക്ക് കണ്ട് ഒരു പാഷൻ ആയിട്ടുള്ള ഇതാണ്. അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എനിക്ക് സാർ കുറെ നാളുകൾക്ക് ശേഷമാണ് സിനിമ ചെയ്യുന്നത് അല്ലെ? ഇനി എങ്ങനെയാണ് തുടർന്നും സജീവമായിട്ട് ഇതുപോലെ പുതിയ ആളുകളെയൊക്കെ കൊണ്ടുപോകുന്ന സിനിമകൾ ചെയ്യുമോ? എങ്ങനെയാണ്? എപ്പോഴും ആഗ്രഹമുണ്ട്. നമ്മുടെ ആരോഗ്യവും മറ്റ് സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അനുസരിച്ച് മാറിയെന്ന് വരും. ഈ പഴയ താരങ്ങൾ, ഇന്നത്തെ താരങ്ങൾ, പണ്ടത്തെ പുതുമുഖ സർവാക്കിയതോ മോഹൻലാൽ മമ്മൂട്ടി പോലുള്ളവർ, അവരെയൊക്കെ ഒരു സബ്ജക്റ്റ് ഒക്കെ എപ്പോഴും ആലോചിക്കാറുണ്ടോ? എഴുതാറുണ്ടോ? അവരൊക്കെ മോഹൻ മനസ്സിൽ വരാറുണ്ടോ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോ? അവരെയൊക്കെ കിട്ടിയാൽ വളരെ നല്ലതാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നെ പോലെ ഒരാൾക്ക് എളുപ്പമല്ല. അതുകൊണ്ട് സൗകര്യവും അതിൽ നിന്ന് മാറുക, കഷ്ടപ്പെട്ട കൂടുതൽ സിനിമ ചെയ്യുക, അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ച് അത്രയേ ഉള്ളൂ. എനിക്ക് അതിന്റെ ഒരു ഗുരുനാഥനായിട്ട് തോന്നുന്നത് കെ ബാലചന്ദ്രനാണ്, തമിഴില്. അദ്ദേഹം ആരെയൊക്കെ ഇങ്ങനെ പിടിച്ചു കൂട്ടിയിട്ട് ചെയ്യിച്ച് അവരെ വലിയ നടന്മാരാക്കി മാറ്റി. രജനീകാന്ത്, കമലഹാസൻ, സുജാത, എത്രയോ ആൾക്കാർ. അതൊരു ഒരു സ്കൂൾ തലത്തിലുള്ള ഒരു അമിച്വർ രീതി തെറ്റായിരിക്കാം, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്. സിനിമ തിയേറ്ററിലേക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്തുകൊണ്ട് സിനിമ കാണണം? ഇത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ചിന്തിക്കാനുള്ള സിനിമ കൂടെയാണ്. ചിരി ഇതിനകത്ത് അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ അതൊരു സാധാരണ സ്ലാപ്സ്റ്റിക് ചിരിയല്ല, ഇതൊരു കറുത്ത ചിരിയാണ്. അതെ, ഈ രോഷവും പ്രതിഷേധവും സർവരോഷവും ഒക്കെ കാണിക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ നിവൃത്തികേട് കൊണ്ട് ഒരു മനുഷ്യൻ പിന്നെ ചെയ്യുന്നത് ചിരിക്കുകയാണ്. ആ ചിരിയാണ് കറുത്ത ചിരിയെന്ന് ഞാൻ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിരി ഇവിടെ പലയിടത്തും ഉണ്ടാവും. ഇത് മനുഷ്യ മനസ്സിൽ ശരിയായി കാണുന്ന ഒരാളെ അലോസരപ്പെടുത്തും, അയാളെ ഹോണ്ട് ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് അനുഭവിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെനിക്ക് അവരോട് അപേക്ഷിക്കുകയും വേണം.